നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരത്തിലെ വിവരാവകാശ മറുപടി. പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രകാരമുള്ള മറുപടി നൽകിയ സംഭവത്തിൽ പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസർക്കെതിരെ നടപടി. പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRISL ഡിവൈഎസ്പിയുമായ MS സന്തോഷിനെ സസ്പെൻഡ് ചെയ്തു. അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശം നൽകിയത്. കൊല്ലത്ത് മകളുടെ ആൺസുഹൃത്തിനെ പിതാവ് കുത്തിക്കൊന്നു. ഇരവിപുരം മാർക്കറ്റിന് പിൻവശത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന അരുണാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. സംഭവത്തിൽ ഇരവിപുരം വടക്കുംപാട് നാൻസി വില്ലയിൽ പ്രസാദ് പോലീസിൽ കീഴടങ്ങി. ഇന്ന് വൈകുന്നേരമാണ് സംഭവം. ആക്രമണത്തിൽ പരിക്കേറ്റ അരുൺ ചികിത്സയിലിരിക്കെ രാത്രിയോടെ മരിക്കുകയായിരുന്നു. പ്രസാദിന്റെ ബന്ധു അരുണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെ വെച്ച് കയ്യിൽ കരുതിയ കത്തിയെടുത്ത് പ്രസാദ് അരുണിനെ കുത്തുകയായിരുന്നു. ഷിരൂർ ദൌത്യം. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ നിർണായക കണ്ടെത്തൽ. കർണാടകയിലെ ഷിരൂരിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ കാണാതായ അർജുന്റെ ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി. ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ലോറിയുടെ വാട്ടർ ടാങ്ക് കാരിയർ കണ്ടെത്തിയത്. നാവികസേന മാർക്ക് ചെയ്ത കോണ്ടാക്ട് പോയിന്റ് 4ന് സമീപത്ത് നിന്നാണ് ലോഹവസ്തു കണ്ടെത്തിയത്. ലോകഭാഗം തന്റെ ലോറിയുടേതാണെന്ന് ഉടമ സ്ഥിരീകരിച്ചു. അതേസമയം ഗംഗാവലി പുഴയിലെ ഇന്നത്തെ തിരച്ചിൽ നിർത്തി. നാളെ രാവിലെ വീണ്ടും ആരംഭിക്കും. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഡ്രഡ്ജർ ദൌത്യമേഖലയിലേക്ക് എത്തിച്ചത്. ഡൈവിംഗ് സംഘവും ഈശ്വർ മൽപ്പയും പരിശോധനയ്ക്ക് എത്തിയിരുന്നു. 3 ദിവസത്തെ ഉടമ്പടിയാണെങ്കിലും 10 ദിവസം വരെ നീട്ടാവുന്ന രീതിയിലാണ് ഉടമ്പടി തയ്യാറാക്കിയതെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇറക്കമിറങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട ബൈക്ക് ബസിനടിയിലേക്ക് പാഞ്ഞുകയറി. യാത്രികന് ദാരുണാന്ത്യം. സ്വകാര്യ ബസിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികൻ മരിച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് 15-ാം വാർഡ് കക്കേ ചൊവ്വേലിക്കത്ത് ലൌജിയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 8:45-ന് ചേർത്തല അരൂക്കുറ്റി റോഡിലാണ് അപകടമുണ്ടായത്. റോഡിലെ ഇറക്കമിറങ്ങുന്നതിനിടെ നിയന്ത്രണം തെറ്റി ബസിനടിയിലേക്ക് വീണു എന്നാണ് പ്രാഥമിക വിവരം. ബസിന്റെ ചക്രങ്ങൾ ലൌജിയുടെ ദേഹത്തുകൂടി കയറിയിറങ്ങി. സംഭവത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മൃതദേഹം ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഡ്രൈവറാണ് ലൌജി. പള്ളിപ്പുറം മലബാർ സിമന്റ്സിലെ ലോഡിംഗ് തൊഴിലാളിയുമാണ്. ചെങ്ങന്നൂരിൽ ടാങ്കർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ചികിത്സയിലായിരുന്ന വീഡിയോഗ്രാഫർക്ക് ദാരുണാന്ത്യം. ടാങ്കർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീഡിയോഗ്രാഫർ മരിച്ചു. പാണ്ടനാട് പ്രയാർ ഒലിക്കൽ കെ ബിജു ആണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. MC റോഡിൽ മുണ്ടൻകാവ് ആമ്പല്ലൂർ ക്ലിനിക്കിന് സമീപം വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് മരിച്ചത്. ചെങ്ങന്നൂരിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന ബിജു സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. SV, കുട്ടനാട് കേബിൾ വിഷൻ എന്നീ സ്ഥാപനങ്ങളിൽ ക്യാമറാമാനായി ബിജു പ്രവർത്തിച്ചിട്ടുണ്ട്.